ഹലോ, ഇന്ന് നമുക്ക് മുതിര കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ? പയർവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ളൊരു പയർവർഗ്ഗം കേട്ടോ മുതിര. പക്ഷേ പരിപ്പും കടലയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ എല്ലാവരും മുതിരേനെ അത്ര കാര്യമായിട്ട് എടുക്കില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പാലക്കാടൊക്കെ അധികവും ഞങ്ങൾ മുതിര ഉപയോഗിക്കാറുണ്ട് കേട്ടോ, കറി വയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഹലോ, ഇന്ന് നമുക്ക് മുതിര കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ? നല്ല ഗുണമുള്ള ഒരു പോഷകഗുണമുള്ള ഒരു പയറുവർഗ്ഗമാണ് കേട്ടോ മുതിര. ആദ്യം മുതിര ഒരു 150 ഗ്രാം മുതിര ഉണ്ടാവും. അത് ഞാൻ കഴുകി കല്ലൊക്കെ കളഞ്ഞ് പിന്നെ വാര വെച്ചതാണ് കേട്ടോ, വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് കരിയാതെ കണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. മുതിര ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ പൊട്ടലൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാൻ. കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലൊരു മണം വരും മുതിര വറുക്കുമ്പോൾ. മുതിരേൻ്റെ ഏകദേശം കളറൊക്കെ മാറി ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുതിരയുടെ മണം തന്നെ ഇത് വറക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. നമ്മൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയാവാനൊക്കെ മുതിര നല്ലതാണ്, കറി വെച്ചാലും. മുതിരയൊക്കെ വറുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ പാനിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബൗളിൽ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാണ്ട് പച്ച തേങ്ങ ഇട്ടിട്ടും ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ വറുത്തരച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക രുചി കിട്ടും അതിന്. ഇതിലേക്കൊരു 6-7 വറ്റൻമുളക് ഇട്ട് കൊടുക്കണ്ടേ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വാളം പുളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പയറുവർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. പയറുവർഗ്ഗങ്ങളിൽ ഒന്നാണ് മുതിര. പക്ഷേ ഈ പരിപ്പും കടലയൊന്നും ഉപയോഗിക്കണ പോലെ മുതിര ആരും പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായി ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ ഇങ്ങോട്ട് ഈ പാലക്കാട് ജില്ലയിലൊക്കെ അധികവും മുതിര ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് കുത്തിപ്പൊടിച്ച് കറി ഉണ്ടാക്കും, അല്ലാതെ പുട്ടിനൊക്കെ ഉള്ളിയും മുളകും കുത്തി കറി ഉണ്ടാക്കും, പിന്നെ മുതിര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും. അധികവും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്താണ് മുതിര. നല്ല രുചി, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പയറുവർഗ്ഗമാണിത്. അപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. മുതിര വറുത്തതൊക്കെ ചൂടാറിയുണ്ട്. അപ്പം ഞാൻ ഈ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മുതിരയൊക്കെ ഞാൻ ഏകദേശം ഒന്ന് ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ തേങ്ങയും കുഞ്ഞുള്ളിയും വറുത്ത് വെച്ചതെല്ലാതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുതിരേനെ ഓരോരുത്തർക്ക് വിലയില്ലാതെ അങ്ങോട്ട് തള്ളിക്കളയണ്ട കേട്ടോ. മുതിര അത്രയും ശക്തിയുള്ള പോഷകഗുണമുള്ളൊരു സാധനമാണ് മുതിര. മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങയും പുളിയും ചെറിയുള്ളിയും എല്ലാം കൂടി വറുത്തതൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. വല്ലാതെ അരിയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. വല്ലാതെ അങ്ങോട്ട് അരിയാൻ പാടില്ല, ഒരു തരിതരിപ്പോട് കൂടി വേണം അരക്കാൻ. മുതിര ചമ്മന്തിയൊക്കെ ഞാൻ മിക്സീൻ്റെ ജാറിൽ നിന്നൊക്കെ എടുത്ത് ഉരുട്ടി നല്ല ഭംഗിയിലൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരണം കേട്ടോ. താങ്ക് യു.